മാടായി പഞ്ചായത്ത് 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി റഷീദ ഒടിയിലിന് ഇത് മൂന്നാം ഊഴമാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ വനിതാ ലീഗ് കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഈ റഷീദ ഒടിയിൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ പ്രചരണമൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തി. ഇനി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനി കൊട്ടിക്കലാശമാണ്. അപ്പോൾ എന്തായാലും ഇത് മൂന്നാം ഊഴാണ് അല്ലെ? അപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ ഇപ്രാവശ്യം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ? അതിലും കൂടുതലായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല നല്ല പദ്ധതികൾ നമ്മൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും കൂടുതലായിട്ട് തന്നെ ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന കുറെ പദ്ധതികൾ മനസ്സിലുണ്ട്. അപ്പൊ ഈ തവണയും കൂടി ഭരണസമിതി കയറുകയാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ആഗ്രഹമുണ്ട്. കാരണം നമ്മളെ ബഡ്സ് സ്കൂളൊക്കെ സോളാർ സംവിധാനം, അതുപോലെ നമുക്ക് നിലവിൽ ബഡ്സ് സ്കൂളിന് ഒരു ബസ്സേ ഉള്ളൂ, രണ്ടാമൊരു ബസ്, പിന്നെ അംഗൻവാടികളിൽ സോളാർ സംവിധാനം, അങ്ങനെ കുറച്ച് അധികം പദ്ധതികൾ മനസ്സിലുണ്ട് നടപ്പിലാക്കാൻ. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം ഇത് മൂന്നാം തവണയാണ്, ആളുകൾക്ക് പരിചയമുള്ള ഒരു മുഖമാണ്. അപ്പൊ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന് മോശമില്ലാത്ത രീതിയിൽ നല്ല പ്രതികരണമുണ്ട്. കാരണം നല്ല സപ്പോർട്ടാണ്. കാരണം മൂന്നാം തവണയാണല്ലോ പഞ്ചായത്തിലേക്ക് കയറുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളോടും ഞാൻ പൊതുവെ നല്ല രീതിയിലാണ് സഹകരിക്കുക. അപ്പൊ ആ സഹകരണം തിരിച്ചും നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ രംഗത്തെ അനുഭവ സമ്പത്ത് എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറയും. രാഷ്ട്രീയ രംഗത്ത് ഞാനിപ്പോ ഏകദേശം ഒരു 7 വർഷത്തോളായി കല്യാശ്ശേരി മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ 8 പഞ്ചായത്തിലടങ്ങുന്ന വനിതാ ലീഗിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം രാഷ്ട്രീയപരമായിട്ടും നല്ല സപ്പോർട്ടോടെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻപ് ഏതൊക്കെ വാർഡിലായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്? അന്ന് നടപ്പിലാക്കിയ ഏറ്റവും എടുത്തു പറയേണ്ട ഏതെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നോ? മുൻപ് ഞാൻ 16-ാം വാർഡിലാണ് നടപ്പിലാക്കിയത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഭാഗത്തുള്ള ഏകദേശം റോഡുകളൊക്കെ ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ 12-ാം വാർഡിൽ മത്സരിച്ച സമയത്തും നമുക്ക് അവിടെ നല്ല വികസനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ എടുത്തു പറയാനുള്ള നമുക്കൊരു MP-ന്റെ ലൈറ്റ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. MP-ക്ക് ലെറ്റർ നൽകി MP-യോട് അപേക്ഷിച്ച് ഒരു ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ, നിരോധിച്ചാൽ പ്രദേശത്ത് ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാർഡുകളിലെ മിക്ക റോഡുകളും കോൺക്രീറ്റും ഇന്റർലോക്കൊക്കെ ചെയ്ത് നല്ലൊരു വികസനം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയുണ്ട്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് മികച്ചൊരു വിജയപ്രതീക്ഷ റഷീദ ഒടിയിലിനുണ്ട്. കാരണം ഈ മാടായി പഞ്ചായത്തിലെ ആളുകൾക്ക് പരിചയസമ്പന്നമായ ഒരു മുഖമാണ് റഷീദ ഒടിയിലിന്റെ എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ.